നാരായണ നാരായണ. ഹലോ 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 ഹലോ, ഇത് ഞാനാ വാസുദേവൻ. ആ പറയൂ പറയൂ. ഒന്നുമില്ല, ഇന്നലെ വിളിച്ചിരുന്നല്ലോ. മിസ്ഡ് കോള് കണ്ടപ്പോ തിരിച്ചു വിളിച്ചതാ. ഇന്നലെ ഞാൻ ഇത്തിരി തിരക്കിലായി പോയി, അപ്പൊ വിളിക്കാൻ പറ്റിയില്ല. എന്തിനാ മാഷെ വിളിച്ചേ? പുഷ്പകഥനി കണ്ടില്ലല്ലോ, അതാ വിളിച്ചത്. ഹേയ്, ഇത് എന്താ ഈ കേക്കണേ? സഖാവിന് സമുദായ സ്നേഹമൊക്കെ കൂടിയല്ലോ. എന്റെ വാസുജി, ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ സഖാവ് എന്ന് വിളിക്കരുതെന്ന്. പണ്ടത്തെ ആവേശത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, പിന്നൊരു തിരിച്ചറിവ് വന്നപ്പോ അവക്ക വേണ്ടാന്ന് വെച്ച് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക. ആ ഒരു കാലം ഉണ്ടായിരുന്നു, സ്വന്തക്കാരും വേണ്ട ബന്ധക്കാരും വേണ്ട. ആ ഒരു തിരിച്ചറിവ്, അതാ അവനവന്റെ കാര്യം നോക്കി ജീവിക്കണേ. അതോർത്ത് പശ്ചാത്തപിക്കാറുണ്ട്. അതൊക്കെ അന്തകാലം മാഷേ, ഇതൊക്കെ അങ്ങോട്ട് മറന്നേക്കും. ഇപ്പൊ 6-ാം തീയതി ആയുള്ളൂ. പുഷ്പകഥനി സാധാരണ 10-ാം തീയതിക്ക് ശേഷല്ലേ വരുള്ളൂ. ഇതിനിപ്പോ എന്താ ഇത്ര ധൃതി മാഷക്ക് ഇത് ഇത്ര കിട്ടിയിട്ട്? വാസുജിക്ക് അറിയാലോ, ഉണ്ണിക്ക് വയസ്സ് 36. അവന്റെ വേലൊന്ന് നടന്ന് കാണണമെന്ന് ആഗ്രഹണ്ടേ. എന്റെ സാവിത്രി കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതെപ്പോഴോ നടന്നേനെ. 10-12 വർഷമായി ഞങ്ങളെ വിട്ടുപോയിട്ട്. പുഷ്പകഥനി വന്നാലേ അതില് വല്ല കേസുകൾ അവന് പറ്റിയത് ഉണ്ടോന്ന് നോക്കാന്ന് വെച്ചിട്ടാ. എല്ലാം ശരിയാവും മാഷേ, അയാൾക്കൊരു നല്ല ആലോചന വരാണ്ടിരിക്കോ? അയാളുടെ പഠിപ്പ് ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും ഡിഗ്രി തന്നെ വേണം ഇന്നത്തെ കാലത്ത്. പുഷ്പകര് പിന്നെ കഴകക്കാരോട് യാതൊരു താല്പര്യമില്ല. എന്താ ചെയ്യാ? ആ ഞാൻ തന്നെയാ എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചേ. കുട്ടിക്കാലത്ത് തന്നെ, സ്കൂളിൽ പഠിക്കണ കാലത്ത് തന്നെ അവന്റെ കയ്യിൽ കൊടി എടുത്തു പിടിപ്പിച്ചതും രാഷ്ട്രീയത്തിലിറങ്ങാൻ നിർബന്ധിച്ചതൊക്കെ ഞാൻ തന്നെയാ. അരുതേ അരുതേ എന്നെൻ്റെ സാവിത്രി കുട്ടി പറയും. അവൻ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരാവേണ്ട ചെക്കനാണ്, അവന്റെ ഭാവി കളയരുത് എന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, ഒരു നാൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കൊടി വെച്ച കാലിൽ വരും. പക്ഷെ നേതാക്കന്മാരുടെ മക്കൾക്കും ബന്ധുക്കാർക്കും മരുമക്കൾക്കും ഒക്കെ അല്ലേ അതിനുള്ള അവസരമുള്ളോ എന്ന് തിരിച്ചറിവ്. അതാ പാർട്ടിയൊക്കെ മതിയാക്കി അവനവന്റെ കാര്യം നോക്കി ജീവിക്കണേ. ആ അപ്പോഴേക്കും സമയം അതിക്രമിച്ചു പോയി. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വാസുജി. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഉണ്ടോ മാഷേ? ഉണ്ടില്ല. ഇവിടെ അങ്ങനെ കാലത്ത് നേരം വിളിച്ചാൽ ഉണ്ടാവില്ല. എന്താ കാര്യം? 2 ദിവസമായല്ലോ കണ്ടിട്ട്. ഏയ്, നിങ്ങളൊക്കെ അല്ലേ കൂട്ടുകാരന്മാര്. അവനെവിടെയാ പോണേ, എന്താ ചെയ്യണേ ഇതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ. ഞാൻ 2 ദിവസമായി കണ്ടിട്ട്. ഈ മാസത്തെ പേപ്പറിന്റെ കാശ് തന്നിട്ടില്ല. ആ അവൻ വന്നാ പറയാം. ഉണ്ണീനെ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരാ. അവന്റെ വല്ല വാർത്തയും കിട്ടുമോ എന്നറിയാൻ വേണ്ടി നടക്കുക. ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ കണ്ണെവിടെ വെച്ചതാണല്ലോ, കാണുന്നില്ലല്ലോ. ആ ജീവിച്ചു നിൽക്കുമ്പോഴും തന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും താൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടല്ലേ. താൻ എന്നെ വിട്ടുപോയി എന്നാരാ പറഞ്ഞേ? ഈ വീടും പരിസരവും ഒക്കെ വിട്ട് തനിക്ക് പോവാൻ പറ്റുമോ? എനിക്കറിയാം താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന്. എന്താടോ താൻ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അറിഞ്ഞില്ലേ വയനാട്ടിലെ സംഭവം? അതാ പിന്നെ അറിയണ്ടേ, എല്ലാ ചാനലുകളും അതന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ടിവിയിലും ഈ മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളല്ലേ ഇതൊക്കെ. അതിനുമ്പോ നമ്മൾ എന്തിനാ പരിപാടിച്ചിട്ട് എന്തൊരു കാര്യമില്ലല്ലോ. അതല്ല വാസുവേട്ടാ, നമ്മുടെ നമ്പീശ മാഷ മകൻ ഉണ്ണിയുടെ കാര്യം. അയാൾ കഴുകം ചെയ്യുന്ന അമ്പലവും
കുറെ വീടും ഒളിച്ചു പോയിന്നാ കേക്കണേ. അയ്യോ, താനിതെങ്ങനെയാ അറിഞ്ഞേ? വയനാട്ടിലുള്ള എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു. അയ്യോ, ഞാനിത് എന്തായി കേക്കണേ? 2 ദിവസം മുമ്പ് ഞാൻ നമ്പീശ മാഷെ വിളിച്ചതാണല്ലോ. ഉണ്ണിയുടെ കാര്യമൊക്കെ സംസാരിച്ചു. അയാള് വയനാട്ടിലാ പോയെന്നും പറഞ്ഞു. അയാളിപ്പോ എന്തിനാ ഇപ്പൊ ഈ സമയത്ത് പോയേ? അപ്പൊ ഇവിടെ ഉണ്ടായ സംഭവം ഒന്നും വാസുവായിട്ട് അറിഞ്ഞില്ല. നമ്മുടെ ഉണ്ണി പാർട്ടിക്ക് വിട്ട് അമ്പലത്തിൽ കഴകം ചെയ്യുമായിരുന്നല്ലോ. അത് പാർട്ടിക്കാർക്ക് അത്ര പിടിച്ചിട്ടില്ല. അതിനിടയില് സുരേഷ് ഗോപി ജയിപ്പിക്കാനാ അയാളായിരുന്നു മുന്നില്. ഇപ്പൊ കുറച്ചു ദിവസം മുന്നേ കലാമണ്ഡലത്തില് മാംസം വിളമ്പി എന്ന് പറഞ്ഞൊരു പ്രശ്നം, അതിനെ കുറിച്ച് ഇയാള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വിട്ടു. അങ്ങനെ ഉണ്ണിയും പാർട്ടിക്കാരും തമ്മില് ചെറിയ കശപിശയായി. അവര് 3-4 ദിവസം മുന്നേ അമ്പലത്തിനോട് ചേർന്നുള്ള ദേവസ്വം ഓഫീസില് മാംസം വിളമ്പാൻ നോക്കി. വിവരമറിഞ്ഞ് ഉണ്ണിയും ശാരദ ശശിയും ഓഫീസിൽ കയറി തടയാൻ ശ്രമിച്ചു. പ്രശ്നമായി. 1-2 പറഞ്ഞ് വാക്കുതർക്കമായി, ഉന്തും തള്ളുമായി. അതിനിടയില് അയാൾ ഓഫീസറെ തള്ളി താഴെ ഇട്ടു. ആരൊക്കെയോ ചേർന്ന് ഓഫീസറെ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പൊ പാർട്ടിക്കാര് ഉണ്ണിയെ കണ്ട തല്ലും വെട്ടും എന്ന് പറഞ്ഞ് നടക്കുക. അപ്പോഴാ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഉണ്ണിയുടെ ചിറ്റയുടെ ഭർത്താവിന്റെ കുടുംബത്തിലെ ആരോ മരിച്ച് വാലായ്മയായി. അപ്പോ വയനാട്ടിലെ അമ്പലത്തിലെ കഴകത്തിന് അയാളെ അങ്ങോട്ട് അയച്ചിരിക്കുക. ഇവിടുത്തെ പ്രശ്നങ്ങളും പുകലും കെട്ടാക്കുന്നവരെ അയാളൊന്ന് മാറിക്കട്ടെ എന്ന് മാഷും വിചാരിച്ചു. ഇനിയിപ്പോ ഉണ്ണിയുടെ കാര്യം വാസുവേട്ടൻ തന്നെ നമ്പീശൻ മാഷോടൊന്ന് പറയണം. എന്റെ പള്ളിമണ്ണാപ്പാ, ഞാനിത് എങ്ങനെയാ മാഷോട് പറയാ? വിശ്വസിക്കാനേ വയ്യ. 2 ദിവസം മുമ്പ് ഞാൻ ഉണ്ണിയുടെ വേളിക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചതാ. അയാളിപ്പോ എങ്ങനെ രാമത്തിൽ പെടാൻ? ഞാനിപ്പോ എങ്ങനെയാ മാഷോട് പറയാ ഇതൊക്കെ? വാസുവേട്ടനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇക്കാര്യം വാസോട് പറയാൻ പറ്റില്ല. വാസുവേട്ടൻ തന്നെ പറയണം. വേഗം റെഡിയായി വരൂ, നമുക്ക് വേഗം പോകാം. ഈ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനും അപ്പുറമുള്ള സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുകയാണ് വയനാട് ചൂരൽമല നിവാസികൾ. ഒറ്റ നിമിഷം കൊണ്ട് ആയുസ്സിലുണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടമായെങ്കിലും ാണ് ഇവർ ഓരോരുത്തരും. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ ചൂരൽമലക്കാർ. ചൂരൽമലയിൽ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുക. ദൗത്യസംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇയാള് കലാമണ്ഡലം സത്യനാരായണൻ അല്ലേ? നമ്മുടെ യുവവേദിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ മറ്റോ അല്ലേ താൻ? നന്നായി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ശീലങ്ങളും സമയമായിട്ടുള്ള ഒരു ബന്ധം നല്ലത് തന്നെയാ. ഇത് മോനായിരിക്കില്ലേ? അതെ. എത്രയെല്ലാം പഠിക്കണേ? 4. ഓ, 4 കേമൻ. ബാലവേദിയിലൊക്കെ ഉണ്ടോ? മിടുക്കൻ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സഭയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നല്ലത് തന്നെയാ. നമ്മുടെ സഭയുടെ നേതാക്കന്മാരും ലീഡർമാരൊക്കെ ശ്രദ്ധിക്കുന്നത് വലിയ കാര്യം തന്നെയാ. എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല കുട്ടികളെ. എന്താണോ വാസുജി താനിങ്ങനെ ശോകമൂകനായിട്ട് നിക്കണേ? എന്താ പറ്റിയേ? മാഷ് ഇതൊന്നും അറിഞ്ഞില്ലേ? ടിവിയിലെ ന്യൂസുകളൊക്കെ വന്നോണ്ടിരിക്കല്ലേ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച്? 2-3 ഗ്രാമങ്ങളൊക്കെ ഒലിച്ചു പോയിന്നാ കേക്കണേ. നമുക്കിതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക മാഷേ? ഇതൊക്കെ മനുഷ്യന്മാരായി ഉണ്ടാക്കി വെച്ച വിനകളല്ലേ? സൗത്തിയുടെ അച്ഛനെ ഓർമ്മയില്ലേ? വലിയ പണ്ഡിതനും പ്രകൃതി സ്നേഹിയൊക്കെ ആയിരുന്നു. അദ്ദേഹം എപ്പോഴും വയനാടിനെ കുറിച്ച് പറയും. പണ്ട് കാലത്ത് ഒരു അമ്പലവും കുറച്ച് വീടുകളും അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാറി മാറി വന്ന സർക്കാരുകൾ അവിടെയുള്ള ഭൂമികളൊക്കെ പട്ടയവും കൊടുത്ത് അവിടെയൊക്കെ വീടും വെച്ച് വന്ന ആൾക്കാരൊക്കെ വലിയ വലിയ കിണറുകളും കുഴിച്ച് ഈ മഴവെള്ളം വരുമ്പോ ഈ വെള്ളമൊക്കെ കിണറുകളിൽ സംഭരിച്ച് പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. അരുതേ അരുതേ എന്ന് സാവിത്രിക്കുട്ടിയുടെ അച്ഛൻ പറയും. ആര് കേൾക്കാൻ? പാവം. കുറെ കോടതി കയറി ഇറങ്ങിയതും നാട്ടുകാരുടെ വഴി കേട്ടതും മിച്ചം. ഇതൊക്കെ അതിന്റെ വിനയാണോ അനുഭവിക്കണേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ പെട്ടെന്നൊന്ന് റെഡിയാവും. നമുക്ക് വയനാട് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മളെന്തിനാണോ വയനാട്ടിൽ പോണേ? നമ്മുടെ ഉണ്ണി കഴകം ചെയ്യണ അമ്പലവും അതിന്റെ ചുറ്റുവട്ടത്തുള്ള 2-3 വീടുകളും ഒക്കെ ഒലിച്ചു പോയിന്നാ കേക്കണേ. നമുക്കൊന്ന് പോയിട്ട് വരാം, അന്വേഷിച്ചിട്ട് വരാം. ചുണ്ടിക്ക് എന്താ പറ്റിയേ? അയ്യോ ചുണ്ടി, കൃഷ്ണ ഗുരുവായൂരപ്പ, ചുണ്ടിയെ കാത്തോളേ. ഭഗവാനെ, ഈ നാടിന് ഇത് എന്താ പറ്റിയേ? ഗുരുവായൂരപ്പ എല്ലാരെയും കാത്തോളണേ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?